ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ഉണ്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ട്, കുറച്ച് ദിവസം നല്ല ഉള്ളൊരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഓണത്തിന് മുൻപേ ഒരു ക്ലീനിങ് ചെയ്ത കേട്ടോ. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇന്നേ വരെ ക്ലീൻ ചെയ്തിട്ടില്ല. അടിച്ചിടും, എല്ലാ ദിവസവും അടിച്ച് വരിയിടും, പക്ഷെ തുടയ്ക്കാൻ ഇന്നേ വരെ എനിക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. സാധാരണ ആഴ്ചയിൽ 2 വട്ടം പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തുടയ്ക്കണമെന്ന്. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് എനിക്ക് അതിന് പോലും പറ്റിയിട്ടില്ല. മനഃപൂർവ്വം അല്ല കേട്ടോ. ഓണത്തിൻ്റെ സമയത്തൊക്കെ നല്ല പനിയും ജലദോഷവും മേലുവേദനയൊക്കെ ആയിട്ട് എടുക്കാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല മോക്കും കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ പാടില്ലാണ്ടായി. അമ്മ ഹോസ്പിറ്റലായി. പിന്നെ അങ്ങോട്ട് പോക്കൊക്കെ ആയി. പിന്നെ കുറച്ച് ദിവസം കിട്ടിയപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമ്പനിയിൽ കുറച്ചധികം ദിവസം പോയില്ല. വെക്കേഷനുള്ള സമയത്തൊന്നും പോയില്ലായിരുന്നു. ശരിക്കും നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ മാസം തീർക്കേണ്ട വർക്കാണ്. അപ്പോൾ അത് കുറച്ചധികം പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ അത് കാരണം കമ്പനിയിലാണെങ്കിൽ നല്ല വർക്ക് ലോഡുണ്ട്. അപ്പോൾ അവിടുത്തെ പണി തീർത്ത് വീട്ടിൽ വരുമ്പോൾ തന്നെ ഏകദേശം 5 മണി 5:00 പിന്നെ വീട്ടിൽ എന്തെങ്കിലും ചോറും കറിക്കൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും കരിഞ്ഞും കറിക്കൊക്കെ വെച്ച് തരുമ്പോഴേക്കും പിന്നെ നമ്മുടെ ആവശ്യത്തെയും പിന്നെ തുടയ്ക്കാനായിട്ട് എനിക്ക് പറ്റാറുണ്ടായില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ കമ്പനി പോകേണ്ട എന്നൊരു ദിവസം അവധി എടുത്ത് എന്തായാലും വീടൊന്ന് ക്ലീൻ ആക്കാമെന്ന് എഴുതി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ആദ്യം ഹോളിൽ നിന്ന് തുടങ്ങാൻ തൊട്ട് കരുതിയാണ്. അപ്പോൾ ഹോള് നമ്മൾ അന്ന് ഓണത്തിന് മുമ്പ് ക്ലീൻ ചെയ്തപ്പോഴും ഫാനും കാര്യങ്ങളൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി മുറികളിലൊക്കെ നമ്മളന്ന് ക്ലീൻ ആക്കിയെങ്കിലും ഹോളിൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ രൂപമൊക്കെ എടുത്ത് നമ്മൾ തുടച്ച് വെച്ചിട്ട് ഈസ്റ്ററിനെ കണ്ടാട്ടോ തുടച്ച് വെച്ചത്. അതിൽ പിന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിറച്ച് പൊടി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വീട്ടിലിപ്പോൾ മക്കളൊക്കെ ക്ലാസ്സിൽ പോകണം. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തു തരാൻ വിളിച്ചാലും ആരുമില്ല. പിന്നെ ഞാൻ തന്നെ ആ ലാഡറിൽ നിന്ന് ഇറങ്ങി എടുത്തുകൊണ്ട് കൊണ്ടുവരും. അത് കാരണം ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് കേട്ടോ മുകളിൽ കയറിയേക്കണത്. പിന്നെ ഇപ്പോൾ ഞാൻ കൈ പിടിച്ചേക്കണ പുള്ളിയായിട്ട് ഒരിടയ്ക്ക് ഞാൻ നല്ല ഉടക്കായിരുന്നു കേട്ടോ. ഇപ്പം എന്താ ഞങ്ങൾ തമ്മിൽ നല്ല ടൈംസാണ്. ഉടക്കാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-8 കൊല്ലം മുമ്പ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ മരിക്കുന്നതിന് ഒരു 2 കൊല്ലം മുമ്പും അതിന് ശേഷം ഒരു 3 കൊല്ലവും പുള്ളിയായിട്ട് നല്ല ഉടക്കായിരുന്നു. ശരിക്കും നമ്മൾ പറയില്ലേ സ്വർഗവും നരകമൊക്കെ ഭൂമിയിൽ തന്നെയാണ്. എൻ്റെ ലൈഫ് അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സത്യം തന്നെയാട്ടോ. അത് ഒരു 5-8 കൊല്ലം മുമ്പ് ഞാൻ ശരിക്കും നരകത്തിൽ തന്നെയായിരുന്നു ഞാൻ പറയും കേട്ടോ. അന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോകണത് തന്നെ ദേഷ്യമായിരുന്നു കുറച്ച് നാളൊക്കെ. ഞാൻ ഓർക്കും ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സങ്കടപ്പെട്ട് പറഞ്ഞിട്ടും ഒന്ന് കേൾക്കാനായിട്ട് ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും ചിന്തിക്കും. ചില സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പള്ളിയിൽ പോയിട്ട് രൂപമൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞാലോ എന്നൊരു ചിന്തിച്ചു പോയി സമയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ അന്നത്തെ നമ്മുടെ ബുദ്ധിമുട്ടുകളോട് നമുക്ക് തോന്നണുണ്ടോ. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആരുമില്ല, നമ്മുടെ കേൾക്കാൻ ആരും ഇല്ലാണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുള്ളിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലും. അങ്ങനെ ഒരു 3-4 കൊല്ലം ഞാൻ പുള്ളിക്ക് കിടക്കപ്പുറത്തി കിടക്കാണ്ടിരുന്ന് ചെവിതല, സത്യം പറഞ്ഞാൽ ചെവിതല കേൾപ്പിച്ചിട്ടില്ല എന്ന് പറയും. രാവും പകലിൽ നിന്ന് വിളി തന്നെയായിരുന്നു പുള്ളീനെ. അങ്ങനെ വിളിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലമായിട്ട് നല്ല കാലത്തിലാട്ടപ്പോൾ പോണേ. സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സുഖത്തിൽ തന്നെയാണെന്ന് പറയാം. അതായത് ഞാനും പുള്ളി തമ്മിൽ ഇപ്പം നല്ല ടൈംസിലാണ്. ഇനി ഒരു കയറ്റത്തിന് വേറെ ഇറക്കമുണ്ടെന്ന് പറഞ്ഞോളൂ. ഇനി എപ്പോഴാണ് ഇനി അടുത്ത ഇറക്കം വന്നേന്ന് അറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും എനിക്കൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം അനുഭവിക്കാനുള്ളതൊക്കെ ഒരു 3-4 കൊല്ലം ഞാൻ നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ പുള്ളിയുടെ നേരിട്ടൊരു കാര്യം പറഞ്ഞാലും എൻ്റെ നടക്കാറില്ല കേട്ടോ. ഞാൻ മാതാവ് വഴി യേശുവിലേക്ക് എത്താനുള്ള എൻ്റെ പതിവ്. നമ്മൾ കാറ്റഗറിസം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടില്ലേ യേശുവിലേക്കുള്ള കുറുക്ക് വഴിയാണ് മാതാവെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ അതാണ് ഉപയോഗിച്ചാണ്. ഞാൻ മിക്കവാറും പള്ളിയിൽ ചെന്നിട്ടാണെങ്കിലും യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കൽ കുറവാണ്. ഞാൻ മാതാവിൻ്റെ അടുത്താണ് എൻ്റെ കാര്യങ്ങൾ കൂടുതലും പറയാറ്. മാതാവും അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള സംഭവമാണ് കൊച്ചുരേസി പെണ്ണേളത്തി. ഇവരോട് തന്നെ 2 പേരോടാണ് ഞാൻ കൂടുതലും എൻ്റെ കാര്യങ്ങളൊക്കെ എണ്ണിപ്പറക്കി പറയാറ്. ഓരോ മതക്കാർക്ക് അവരുടേതായ ഓരോ വിശ്വാസങ്ങളുണ്ടാവുമല്ലോ. എൻ്റെ വിശ്വാസമൊക്കെ ഉണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ചിലർക്കത് പൊട്ടത്തരായിട്ട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് വിട്ടുകളഞ്ഞ് കിട്ടാം. അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് രൂപത്തിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ആക്കണ്ട. പിന്നെ അവിടെയൊക്കെ നിറച്ച് പല്ലിക്കാട്ടും ഇരിപ്പുണ്ട് കേട്ടോ. പല്ലികളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലുള്ള എല്ലാ പല്ലികളും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഭാഗത്തൊക്കെ നിറച്ച് പല്ലിക്കാട്ടായിരുന്നു ആ രൂപത്തിൻ്റെ താഴെയും. പിന്നെ എനിക്ക് ആ ഫ്ലവർ റൈസിൻ്റെ താഴെയൊക്കെ നിറച്ച് പല്ലിക്കാട്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഫ്ലവർ റൈസൊക്കെ നമുക്കിവിടെ പരവഞ്ചേരി പിന്നെ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ. നമ്മൾ വലിയ പരിപാടിയൊന്നും നടത്തില്ല, വളരെ ചെറിയ പരിപാടിയായിരുന്നു കേട്ടോ. ഇവിടെ 3-4 അയൽവക്കത്ത് മാത്രമേ വിളിച്ചുള്ളൂ. കാരണം നമ്മൾ ഇതിക്ക് മുമ്പ് ഒരു പെര മാറിയപ്പോൾ അവിടെ വലിയ ആഘോഷമായിട്ട് പരിപാടിയൊക്കെ നടത്തിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ രീതിയിലുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ തൊട്ട അയൽവക്കത്ത് ഒരു 3-4 വീട് മാത്രമേ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നൊക്കെ അവർ വന്നപ്പോൾ കൊണ്ടുവന്ന ഫ്ലവർ റൈസൊക്കെ ആയിരുന്നു കേട്ടോ. അത് വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ അവിടെ തന്നെ കയറ്റി. അപ്പോൾ ആ ഫ്ലവർ റൈസിനൊക്കെ നിറച്ച് പൊടി പിടിച്ചേക്കാൻ കേട്ടോ. ഇതൊക്കെ നമ്മൾ വച്ചിട്ട് ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഏകദേശം 1 വർഷം ഈ പൂജയ്ക്ക് വരുമ്പോൾ നമ്മളോട് താമസിച്ചിട്ട് 1 വർഷമായിട്ടുണ്ട്. 1 വർഷം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാനിതൊക്കെ ഒന്നെടുത്ത് ആ ഫ്ലവർ റൈസൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പോകണം കേട്ടോ. ഈസ്റ്ററിന് ആ ഫ്ലവർ റൈസൊക്കെ ജസ്റ്റ് ആ പൊടിയൊന്ന് തൂത്ത് കളയാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇന്നാണ് ഇപ്പോൾ അത് മൊത്തത്തിലെല്ലാം ഒന്ന് താഴത്തേക്ക് ഇറക്കി ഒന്ന് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന് കരുതിയാണ്.
കാരണം വെയിലില്ല, പെട്ടെന്നൊന്നും ഉണങ്ങാൻ ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് കഴുകിയെടുക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഞാനത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് അടുത്ത കൊല്ലാകൊണ്ട് വരും, ചിലപ്പോൾ അത് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ. പിന്നെ എന്തായാലും ഒരു തോറ്റം തോന്നിയപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. പെരയൊക്കെ അടിച്ച് നോക്കുമെങ്കിലും ഈ രൂപമൊക്കെ തുടച്ച് മെനയാക്കാനെന്ന് പറഞ്ഞാൽ വല്ല ഈസ്റ്ററോ ക്രിസ്മസോ അല്ലെങ്കിൽ വല്ല കൊന്തമാസോ അങ്ങനെ വല്ലതൊക്കെ വേണം. ഇന്നിപ്പോൾ എന്തോ ഞാൻ എനിക്കൊരു തോറ്റം തോന്നി, ആകെ വൃത്തിയിടാൻ തോന്നി. അപ്പോൾ ചെയ്യാൻ തോന്നിയപ്പോൾ മൊത്തത്തിലും ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഈ വക പണിക്കൊക്കെ പോകണേ കേട്ടോ. അല്ലാത്തപ്പോൾ ഈ വക പരിപാടിയൊന്നും ഞാൻ ചെയ്യലൊന്നുമില്ല. അതിപ്പോൾ ഞാനെന്നല്ല, മിക്ക വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ ഞാൻ കണ്ടേക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ ദിവസവും നമ്മൾ അടിച്ചു കൊടുക്കണേൻ്റെ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആപ്പാട് 24 മണിക്കൂർ കൊണ്ട് മനുഷ്യന് എല്ലായിടത്തും കുത്തിയിരിക്കണ്ടേ. ചോറും കറിയും വെച്ചുണ്ടാക്കണം, കുടുംബത്തെല്ലാവരെയും കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ എപ്പോൾ ചെയ്യാനാ? നിങ്ങളാരെങ്കിലും ഇതൊക്കെ എല്ലാ ദിവസവും തുടക്കണ വീട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എല്ലാ ദിവസവും വേണ്ട, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തുടച്ച് വിനയാക്കണ വീട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരു പണിയും ചെയ്തിട്ടില്ല. കുടുംബത്തിൽ ഒരു പണി ചെയ്തിരുന്നത് രാവിലെ അപ്പം ഇഷ്ടമായിരുന്നു. അതെനിക്ക് ഉച്ചത്തേക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. പിള്ളേർക്ക് വൈകുന്നേരത്തേക്ക് കൊടുക്കുമ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. അലക്കാൻ കിടപ്പുണ്ട്, കുറച്ച് പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ട്, ഇതൊക്കെ കിടപ്പുണ്ട്. എന്തിനാണ് പറയുന്നത്? മുറ്റം പോലും ഞാൻ അടിച്ചിട്ടില്ല. രാവിലെ മഴയായിരുന്നു. പിന്നെ വന്ന വഴി തന്നെ എനിക്ക് പെര കിടക്കണപ്പോൾ എന്തായാലും തുടച്ചേ പറ്റുമെന്ന് കരുതി. അങ്ങനെയാണ് ഞാനിന്ന് തുടയ്ക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ 2 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ആ ഫ്ലേവർ റൈസൊക്കെ അവിടെ നിന്ന് മാറ്റി. പിന്നെ 2 സൈഡിലിരിക്കുന്നത് പിള്ളേരെ കുർബാനയ്ക്ക് കിട്ടിയ മെഴുകുതിരി കേട്ടോ. അതൊക്കെ ശരിക്കും ഇനി ആവശ്യമൊന്നുമില്ല, എന്നാലും നമുക്കൊരു ഓർമ്മയ്ക്ക് പിള്ളേർക്ക് കാണുമ്പോൾ അവരത് കുർബാന സ്വീകരിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് അത് അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി അതൊക്കെ അവിടെ തിരികെ കയറ്റി വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ ഒട്ടുമിക്ക ക്രിസ്ത്യൻസിൻ്റെ വീടുകളിൽ ഉണ്ടാവുന്ന ഒരു സംഭവം കേട്ടോ. എല്ലാവരും അതൊക്കെ അങ്ങനെ എടുത്ത് വയ്ക്കും. അതെന്തിനാന്ന് വെച്ചാൽ ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ എന്നാലും എല്ലാവരുടെ രൂപത്തിൻ്റെ അവിടെ ഈ സംഭവം അവിടെ ഇരിപ്പുണ്ടോ. പിന്നെ ഇപ്പം ഞാൻ കൈ പിടിച്ചിരിക്കുന്ന സംഭവമാണ് കുരുത്തോല. അത് വീട്ടിൽ ആളാം വിധം എല്ലാവർക്കും ഓരോന്ന് കിട്ടും കേട്ടോ. നമുക്കത് ഓശാന ഞായറാഴ്ച കിട്ടുന്ന സംഭവമാണ്. അത് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരെണ്ണം എങ്ങനെ അവിടെ വെച്ചാൽ മതി, അടുത്ത ഓശാനയ്ക്ക് പാല് കൊടുക്കാനെങ്ങാനും. അപ്പോഴേക്കും നമുക്കത് കിട്ടും. എന്നാലും ഒരെണ്ണം അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി ഒരെണ്ണം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്ത് ഞാൻ കാട്ടിക്കളയാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ സൈഡിൽ നിറച്ച് പല്ലിക്കാട്ടാന്ന് പറഞ്ഞില്ലേ, കണ്ടോ പല്ലിക്കാട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡിൽ ചെറിയ രീതിയിൽ ചെതലുണ്ട് കേട്ടോ. ഈ വീട്ടിൽ നല്ലോണം ചെതലുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. എന്നാലും എനിക്ക് വെള്ളം വെച്ച് കഴിയുന്ന ഒരു സമാധാനമില്ല. ജനൽമയൊക്കെ അവിടെ ഇവിടെ കേട്ട് ഇടയ്ക്ക് ചെതലാണ്. വേണ്ട നിറച്ച് പല്ലിക്കാട്ട്. ഇനിയിപ്പോൾ ഞാൻ നനഞ്ഞ തുണി വെച്ച് തുണിയല്ല ടിഷ്യൂ വെച്ചൊന്ന് തുടയ്ക്കണം കേട്ടോ. എന്നാലും ആ സംഭവം ഒന്ന് പോകണുള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാനൊന്നും ഇവിടെ ആരും ഇല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്യണത്. അപ്പം അതിൻ്റേതായ കുറേ അപാകതകളൊക്കെ അവിടെ കാണും. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ ടിഷ്യൂം പിടിച്ചുകൊണ്ട് ഞാൻ ആ ലാടിൻ്റെ മുകളിൽ കിടന്നാണ് ഈ അഭ്യാസമൊക്കെ കാണിക്കണത്. അപ്പോൾ ഇങ്ങനെയല്ലാണ്ട് എനിക്ക് എടുക്കാൻ പറ്റുമല്ലോ അവിടെ ഈ സംഭവമൊന്നും. പിന്നെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയാൻ പാടില്ല. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അഴുക്കാണോ അതോ ഇനി ചെതല് പിടിച്ചിരിക്കണാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ ഒരു കത്രിക എടുത്തുന്ന ടിഷ്യൂ വെച്ചൊന്ന് തൂത്ത് കളയുന്നുണ്ട്. അത് വേറെ ഒന്നും പറഞ്ഞില്ല, നിറച്ച് മാറാമ്പല പിടിച്ചിരിക്കുന്ന പോലത്തെ. ഇതിൻ്റെ കടിയിൽ എങ്ങനെ മാറാമ്പല അതിനെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുള്ളൂ. നിറച്ച് പൊടിയായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റാൻ മാത്രമേ എൻ്റെ കത്രിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അതിൻ്റെ ഉള്ളിലേക്ക് കയറണ കോലോ കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ കത്രിക വെച്ച് കയറണ ഭാഗത്തോളം ഉള്ളതൊക്കെ ഞാൻ തൂത്തെടുത്തോളൂ. അങ്ങനെ രൂപമൊക്കെ തൂത്ത് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ വലിഞ്ഞേറുന്നത് ഫാനൊന്ന് തൂത്തെടുക്കാനായിട്ടാണ്. ഈ മുറിയിൽ ആപ്പടെ 2 ഫാനേ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ കിടന്ന പഴയ ഫാനുകളൊക്കെ കേട്ടോ. അതാണ് ഈ ഹോളിൽ കിടക്കുന്ന 2 ഫാനുകൾ. അപ്പോൾ ഇപ്പം ഞാൻ തൂക്കണ ഫാനുകൾ വലിയ കാര്യമായ പൊടിയൊന്നുമില്ല. കാരണം ആ ഫാനൊക്കെ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. അതിൻ്റെ ഇപ്പുറത്ത് ഹോളിൽ നമ്മൾ 2 ഫാൻ ഇട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം കിടക്കുന്ന ഒരു ഫാനുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് കാരണം തന്നെ അതുമ്മയാണ് നിറച്ച് പൊടി. ഇതിപ്പോൾ ഇനി ഈ തുടയ്ക്കാൻ കുറവുള്ളത് കൊണ്ട് എന്തുകൊണ്ട് നല്ലതാട്ടോ. ഇത് നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ മേടിച്ചോട്ടോ. നമുക്ക് പൊടി മാറാമ്പൾ തൂക്കാനും പൊടി തൂക്കാനൊക്കെ ഇങ്ങനെ സംഭവത്തിനൊക്കെ വളരെ എളുപ്പമാട്ടോ. ഞാൻ അത് വെച്ച് അതൊന്ന് തൂത്തിട്ട് പിന്നെ നമ്മുടെ നനഞ്ഞൊരു ടിഷ്യൂ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും വെച്ച് ഞാൻ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാൻ ഒന്ന് ക്ലീനായിട്ട്. പിന്നെ ഇന്ന് പൊടിയൊന്നും അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നനഞ്ഞ തോർത്ത് വെച്ചിട്ടാണ് മുഖത്ത് കെട്ടിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയുടെ വലിയ കാര്യമായ ശല്യമൊന്നും എനിക്കില്ല. ചെറിയ ജലദോഷമൊക്കെ ഉള്ളത് മതി പറയാമല്ലോ. അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ നേരം തെറ്റി കുളിക്കണതിൻ്റെ കുഴപ്പം കൊണ്ടാട്ടോ. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കുളിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ തോന്നണ മതിയാണ്. ചിലപ്പോൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കുളിക്കുമ്പോൾ ചിലപ്പോൾ 6:30-7 മണിയൊക്കെ ഉണ്ടാവും. അത് പിന്നെ തലയിൽ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് കിടക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ. അങ്ങനെയൊക്കെയാണ് എനിക്ക് മിക്കവാറും ജലദോഷം വരുന്നത്. പിന്നെ അത് ഉണങ്ങണതിന് മുമ്പ് തന്നെ പോയി കിടക്കുകയും ചെയ്യും. അപ്പം മിക്കവാറും ജലദോഷം മഴക്കാലത്തും ഇപ്പോഴത്തെ എന്താ പറയുക മഞ്ഞ് സമയത്ത് തന്നെ കുടപ്പുറപ്പനിയായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സുന്ദരനാണ് എൻ്റെ കെട്ടിയാണ്. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 5-5.5 വർഷമായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ 5-5.5 വർഷം അടിപൊളിയായിരുന്നു എന്ന് പറയാം.
അവസാനത്തെ 2 വർഷം ഇത്തിരി ശോകമായിരുന്നു കേട്ടോ. അത് വേറെ ഒന്നുമല്ല, പുള്ളിക്ക് അസുഖമൊക്കെ ആയിരുന്നു. പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു കേട്ടോ, മലദ്വാരത്തിൽ. അപ്പം അത് ആർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പറയും. അങ്ങനത്തെ ഒരു മെനക്കെട്ട അസുഖമായിരുന്നു കേട്ടോ. പാവം, ഒരുപാട് വേദന നിന്നിട്ടോ അത് പോയത്. എന്നെ കല്യാണം കഴിക്കണതിനൊക്കെ മുമ്പ് തുടങ്ങിയതായിരുന്നു കേട്ടോ അവൻ. ഇപ്പം ഞാൻ നടത്തുന്ന കമ്പനി ഏകദേശം എൻ്റെ കല്യാണം കഴിക്കണേ എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷം മുമ്പോ അങ്ങനെയാണ് തുടങ്ങിയതായിരുന്നു അവൻ ആ കമ്പനി. പിന്നെ അവൻ മരിച്ച പിന്നെ ഇപ്പോൾ ഞാൻ നടത്തുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അതുള്ളത് കൊണ്ടാട്ടോ ഒന്ന് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ടെന്നല്ല, അടിച്ചു പൊളിച്ച് തന്നെ ഞാൻ പോകണമെന്ന് പറയാം കേട്ടോ. അപ്പം പോണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ സ്വന്തമായിട്ടൊരു പെര പണിതിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു, ഒരു 4.5 കോടിയുടെ ഒരു ലോൺ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പുറത്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, വളരെ മോശം സിറ്റുവേഷനിലാണ് അവൻ പോണത്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അസുഖം വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമെന്നൊന്നും അവനും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അവൻ പോയി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് ലോൺ ഉണ്ടെന്ന് അറിയാമായിരുന്നു, 4.5 കോടിയുടെ ഒരു ലോൺ ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഈ 4.5 കോടിയുടെ വലിപ്പമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാനന്ന് കമ്പനി പോകണമെങ്കിലും അന്ന് ഞങ്ങൾക്ക് ഒരു അച്ചാർ കമ്പനി ഉണ്ടായിരുന്നു, ദീപ ഫുഡ്സ് ആൻഡ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു അച്ചാർ കമ്പനി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ചെറുപുഷ്പം അങ്ങനെ 2 കമ്പനിയായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ അച്ചാർ കമ്പനിയിലെ കണക്കൊക്കെ നോക്കുമെങ്കിലും ചാക്കമ്പനിയിലെ കണക്കൊന്നും ഞാൻ നോക്കാറുണ്ടായില്ല. അച്ചാർ കമ്പനി നമ്മൾ പാർട്ണർഷിപ്പ് ആയിരുന്നു കേട്ടോ, 2 പേര് തമ്മിൽ. അവിടെ തന്നെയുള്ളൊരു ബന്ധുക്കാരനായിരുന്നു, പുള്ളിയായിട്ട് പാർട്ണർഷിപ്പ് കൂടിയുള്ള പരിപാടിയായിരുന്നത്. ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഈ കമ്പനീനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവൻ പുറത്തുനിന്ന് മേടിച്ചേക്കുന്ന പൈസകളെക്കുറിച്ചോ അങ്ങനെയൊന്നും എനിക്ക് അറിയാൻ വേണ്ടായില്ല. ലോൺ ഉണ്ടെന്ന് അറിയാം, അപ്പോൾ ലോൺ അടച്ചു പോകാനുള്ള വരുമാനം കമ്പനിയിലുണ്ടോയെന്ന് പോലും എനിക്കറിയാൻ വേണ്ടായില്ല. സത്യം പറഞ്ഞാൽ ദൈവം പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു പൊട്ടിക്കാടി അറിഞ്ഞു തന്നെ അറിയാം ഞാൻ കാണുമ്പോൾ പുള്ളി ഒരുപാട് സ്ഥലങ്ങൾ മേടിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ വീടുകളൊക്കെ പണിത് വെക്കുന്നുണ്ട്. അതേപോലെ കുറേ ഫൈനാൻസുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഇവർ ടൂറ് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ലൈഫ് സേഫാണെന്നാണ് ഞാൻ കരുതിയേക്കണത്. ഇവനാണെങ്കിൽ വീട്ടിലൊന്നും ഒരു കാര്യം പറയാറുമില്ല. ഞാൻ ചോദിക്കാറുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന്, പക്ഷേ ഇവൻ എൻ്റെ അടുത്തൊന്നും പറയാറൊന്നുമില്ല. അപ്പോൾ എൻ്റെ വിചാരം എത്ര സ്മൂത്തായിട്ട് പോകുമ്പോൾ ഞാൻ സേഫാന്ന് കരുതിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു റോളിങ് കറന്ന് എനിക്ക് മനസ്സിലാവാനായിട്ട് ഇവൻ എൻ്റെ അടുത്തൊന്നും പോകേണ്ട വന്നോളതാണ്. ഇവൻ മരിച്ചു കഴിഞ്ഞ് 7 ആയി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പാടെ ഒരു ലിസ്റ്റ് എഴുതി എൻ്റെ അനിയൻ്റെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ എൻ്റെ ഗുണനിധനാണ്. എടി ഷീച്ചേട്ടൻ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരില്ല, ഇന്നെ പൈസകൾ കൊടുക്കാനെന്ന്. അപ്പം ഞാൻ കണക്ക് നോക്കിയപ്പോഴാണ് 1,35,00,000 രൂപ പുറത്ത് കൊടുക്കാൻ കിടക്കണം. അതേപോലെ ഒരു 35 ലക്ഷം രൂപ പുറത്ത് ഒരു മില്ലുകാരന് കൊടുക്കാൻ കിടക്കണം. 4.5 കോടിയുടെ ബാങ്ക് ലോൺ കിടക്കണം. പിന്നെ അച്ചാർ കമ്പനിയിൽ നിന്ന് കുറേ പൈസകൾ ഇവൻ എടുത്തേക്കണം. ഇതെല്ലാം കൂടി എൻ്റെ തലയിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തെന്ന് പറയാനാ. പിന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ പൈസ വെച്ച് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, എനിക്കിതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഒന്നും അറിയാൻ പാടുണ്ടായില്ല. അന്ന് ചാക്കമ്പനിയിൽ എങ്ങനെ കാര്യങ്ങൾ നടത്തണമെന്ന് അതെനിക്കറിയാമോ? അതും എനിക്കറിയാൻ പാടില്ല. അന്നാണെങ്കിൽ അവിടെ സ്റ്റാഫുകളും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റാഫ്. എനിക്ക് തോന്നുന്നു 10-25 സ്റ്റാഫുകളും അന്നും ഉണ്ട്, അവൻ മരിക്കുമ്പോഴും ഉണ്ട്. അപ്പോഴാണെങ്കിൽ വർക്കും ഇല്ല. ഇവർക്കൊക്കെ എന്താ പണി കൊടുക്കണം? ഇതൊന്നും ഒന്നും അറിയാൻ പാടില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ചാക്ക് വന്നത് കൽക്കട്ടയിൽ നിന്നാണ്. ആ പുള്ളിക്ക് കൊടുക്കാൻ കാണുമ്പോൾ 10-60 ലക്ഷം രൂപയ്ക്കുള്ള ആ പുള്ളിക്ക് കൊടുക്കാൻ കിടക്കണം. ആ പുള്ളി ഷീച്ചേട്ടൻ മരിച്ച് 7 കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിൽ നിന്ന് പുള്ളി ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്നേക്കാണ്. നിങ്ങളിനി കമ്പനി നടത്തുമോ ഇല്ലെങ്കിൽ എൻ്റെ പൈസയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ദൈവമേ, എനിക്കൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇവനിങ്ങനെ മരിക്കുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇവൻ എൻ്റെ അടുത്ത് പറയണത് മൊത്തം ക്യാൻസർ വന്ന് ഞങ്ങളുടെ കമ്പനിയുടെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഇങ്ങനെ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ആ ചേച്ചി 1 വർഷത്തോളം വീട്ടിലിങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് അതിനുശേഷം ആ ചേച്ചി കമ്പനിയിൽ വന്നിരുന്നു. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറയും എനിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, 1 വർഷം ചിലപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, അതേമാ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ ഞാനും കരുതണോ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ മരിക്കുമ്പോൾ അന്ന് എനിക്ക് 10-25 വയസ്സാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു ബോധമില്ലാത്തൊരു സാധനം എന്ന് പറയില്ല, അതായിരുന്നു ഞാനന്ന്. ഒന്നും അറിയാൻ പാടില്ലാത്തവർക്ക് ദൈവം തൊടാന്ന് പറയില്ലേ. പക്ഷെ എങ്ങനെയൊക്കെയോ ദൈവം സഹായിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. ഏകദേശം അവൻ മരിച്ച് എനിക്ക് തോന്നുന്നു 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അച്ചാർ കമ്പനിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ബാങ്കിൽ ലോണൊന്നും അടയ്ക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ ചിപ്തിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അച്ചാർ കമ്പനി പാർട്ണർഷിപ്പ് ആണെങ്കിലും പുള്ളിക്ക് പ്രോപ്പർട്ടിയൊക്കെ നമ്മുടെ ആയിരുന്നു. പുള്ളി അവിടുത്തെ സാധനങ്ങളിൽ മാത്രമേ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അച്ചാർ കമ്പനിയുടെ മെഷീനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ലോൺ എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ അച്ചാർ കമ്പനിക്ക് വേണ്ടി എടുത്തേക്കണത്. അപ്പോൾ ഇത് എടുത്തിട്ട് എന്തെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അപ്പം നമ്മുടെ കൂടെ നിൽക്കണ പുള്ളി പറയണു ഇതൊക്കെ ഷിജു തന്നെയാണ് എടുത്തത്, കമ്പനിയിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പുള്ളി പറയാണ്. ലോൺ അടയ്ക്കുന്നത് ഷിജു തന്നെയാണ്, കമ്പനിയിൽ നിന്ന് അടക്കില്ല എന്ന് പുള്ളി പറയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ കുറച്ച് സത്യാവസ്ഥ ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ലോൺ എടുത്ത് ഈ 4.5 കോടി ലോൺ എടുത്തിട്ട് അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഓഫീസിലെ സ്റ്റാഫുകൾ പറഞ്ഞെന്നറിഞ്ഞത് ഒരു 2 കോടി രൂപ SBIയിൽ ലോൺ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തെന്ന് അറിയാം. ബാക്കി പൈസകളൊക്കെ എന്തോന്ന് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. എന്തായാലും ബാങ്കുകാർ ചെത്തിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്ക് എന്തായാലും കച്ചവടം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയായിട്ട് പിന്നെ മൊത്തത്തിൽ ഇഷ്ടക്കുറവായി തുടങ്ങി.
അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കന്നത് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ഒരാളെ കൊണ്ടുവന്നിട്ട് കച്ചാറമ്മന് വിൽക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താണ്. അത് വിറ്റെങ്കിലും നമുക്ക് വലിയ കാര്യമായ പൈസകളൊന്നും കിട്ടിയില്ല. കാരണം ഞാൻ ഇത് കമ്പനി പോകാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ ഞാൻ കച്ചാറമ്മനിൽ നിന്ന് കുറച്ച് പൈസകളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൈസകൾ അങ്ങോട്ട് വെച്ചേ പറ്റുമല്ലോ. അങ്ങനെ കിട്ടിയ പൈസ നമ്മളാ കടം വീട്ടി വന്നിട്ട് നമുക്ക് ആ പറ്റിയത് എനിക്ക് തോന്നുന്നു അവിടെ 3 രൂപ 4 രൂപ കണ്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഈ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പാർട്ണറും അതിൻ്റെ ഒപ്പം കൂടിയാണ് ആ പുള്ളി തന്നെ അത് മേടിച്ചേക്കണേന്ന് പറഞ്ഞു കേട്ടു. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ബന്ധുക്കളും സ്വന്തക്കാരൊന്നായിട്ട് ഒരു പരിപാടി നടത്താണ്ടിരിക്കുന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഒരു പരിപാടി നടത്തിയാലും കുഴപ്പമില്ല, പാർട്ണർഷിപ്പിൽ ഒരു പരിപാടിയും ചെയ്യേണ്ടിയിരിക്കുന്നുണ്ടോ ഭേദം. ഞാനന്ന് ചേട്ടൻ ചെറുമിൽ തുടങ്ങുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, മോനെ പാർട്ണർഷിപ്പ് പരിപാടി വേണ്ട, നീ ആയിട്ട് എന്തെങ്കിലും പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിയാൽ മതിയെന്ന്. പക്ഷെ അവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒറ്റ കാര്യം ഇതെന്ന് ഓടിക്കൊണ്ടിരുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനൊരു പേരുണ്ട്, ആ പേര് നമുക്ക് തന്നെ വളർത്തിക്കൊണ്ടുവരാൻ എളുപ്പമാണ്. നമ്മളിത് പിന്നെ ഒരു സാധനം തുടങ്ങി പിന്നെ അതിനൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സമയം പിടിക്കുമെന്ന് പറഞ്ഞാണ് അവൻ ഈ സംഭവത്തിൽ പോയി പെട്ടത്. പക്ഷെ അവനുണ്ടായിരുന്നത് ഇങ്ങനെയൊന്നും വരില്ല, അവനതറിയാം, കറക്റ്റായിട്ട് എവിടെ പിടിച്ച് നിർത്തണമെന്ന് അവനറിയാം. എന്തൊക്കെ വന്നാലും ആ കമ്പനി വളർത്താനായിട്ട് അവൻ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ പുള്ളി നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഒമിനിയിൽ നാരങ്ങയും മാങ്ങ വിറ്റുകൊണ്ടിരുന്ന സമയമായിരുന്നു. ഇവിടെ വന്നേ പിന്നെ ഇവനാണ് അതിനകത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ സോസ് പിന്നെ ജാമ് സ്ക്വാഷ് അങ്ങനത്തെ ഐറ്റംസൊക്കെ തുടങ്ങാൻ കാരണം ഇവൻ തന്നെയായിരുന്നു. ഈ പുള്ളി ചെറിയ രീതിയിൽ വീട്ടിലുണ്ടാക്കി കുറച്ച് സ്ഥലത്തുണ്ടാക്കി ആ ലോക്കൽ കുറച്ച് സ്ഥലത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഇത് ഒരുവിധം മൊത്തം എത്തിക്കാനായിട്ട് ഇവൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില സംഭവങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് പോണത് നമുക്ക് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആ ചെറുമണി നിന്നത് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് നല്ല കാലം തന്നെയായിരുന്നു കേട്ടോ. അത് നിന്നേ പിന്നെയാണ് ഞാൻ ആ ഗോഡൗൺ അവിടെ വെറുതെ അടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ സെക്കൻഡ് ജാക്കിൻ്റെ പരിപാടി ചെയ്യാൻ തുടങ്ങിയതും. അങ്ങനെയാണ് എൻ്റെ ഏകദേശം കടങ്ങളൊക്കെ ഒരു തീർന്നത് കേട്ടോ. കടങ്ങൾ തീർന്നു പറഞ്ഞാൽ ഞാൻ ബാങ്കിലെ ലോണൊക്കെ തീർത്ത് പ്രോപ്പർട്ടിയൊക്കെ തിരിച്ചെടുത്തു എന്നല്ലാണ്ട് പുറത്ത് ഇപ്പോഴും ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാനിത് ആർക്കും കൊടുക്കാൻ പോയിട്ടില്ല കേട്ടോ. കാരണം ഷീച്ചനെ ഉള്ള സമയത്ത് ഇത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അവൻ മരിച്ചേ പിന്നെയാണ് ഇതിൻ്റെയൊക്കെ കണക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കടങ്ങളൊന്നും കൊടുക്കാൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ആ കടം വീട്ടാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ അവർ നോക്കൂലല്ലോ, ഞാൻ തന്നെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആ കടങ്ങളൊന്നും ഞാൻ ഇതേവരെ വീട്ടാൻ പോയിട്ടില്ല. ഇനിയോട്ട് ഞാൻ വീട്ടാനും ഉദ്ദേശിച്ചിട്ടുമില്ല കേട്ടോ, അതും തുറന്നു പറയാം. പിന്നെ ഈ കടങ്ങളൊക്കെ ഉള്ളതാണോന്ന് എനിക്കറിയാനും പാടില്ല കേട്ടോ. കാരണം ഇവനായിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇവനുള്ള സമയത്ത് ആരും പൈസ ചോദിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. 1-2 പേരെ വന്നിട്ടുള്ളൂ, വേറെ ആരും അങ്ങനെ വന്നിട്ടുമില്ല. ഇവൻ മരിച്ചു കഴിഞ്ഞ് 7 കഴിഞ്ഞപ്പിനാണ് ഇത്രയും ആൾക്കാർ പൈസയും ഇവൻ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നത്. പക്ഷേ എന്നാൽ ഇവന് ആരെങ്കിലും ഇങ്ങോട്ട് പൈസ തരാനുണ്ടോ എന്ന് വെച്ചാൽ അത് ഇവർക്ക് ആർക്കും അറിയാനും പാടില്ല. എല്ലാം ഇവൻ്റെ അടുത്ത കൂട്ടുകാരൊക്കെ തന്നെയാണ്. ആ ഒക്കൽ പരിസരത്തുള്ള എല്ലാവരുമായിട്ടാണ് ഇവന് കമ്പനി ഉള്ളത്. പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാനാണ് ഇവന് ഇങ്ങോട്ട് കൊടുക്കാൻ ആരും ഒന്നുമില്ലെന്നാണ് പറയണത്. ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും ഏറ്റി തലയിൽ വെക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഞാനെന്താ ഇവിടെ പറയണതെന്ന് വെച്ചാൽ അതും എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോയെന്ന് മാത്രം കേട്ടോ. എന്നാലും ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിലേക്ക് തിരിച്ചു വരാം. ഞാൻ ആ ഷോക്കേഴ്സിന് നേരത്തെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയത്, പക്ഷേ അതിൻ്റെ ചില്ല് എനിക്ക് എന്ത് ചെയ്ത് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പനിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ പരിപാടി അവിടെ തന്നെ നിർത്തിയെന്നുള്ളതാണ്. പിന്നെ ടി വിയുടെ ബാക്ക് വശമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീനാക്കി. പിന്നെ ഞാൻ ജനലൊന്ന് ക്ലീൻ ആക്കാൻ നിർത്തിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെതലുണ്ടെന്ന്, അപ്പോൾ താഴെയൊക്കെ ചെറിയ രീതിയിൽ ചെതലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ കുത്തി കളയാറുണ്ട്, എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ ചെറിയ മണ്ണ് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കളയാണ്. പിന്നെ ഈ മാറാമ്പല തൂക്കണ സംഭവം ഉള്ളത്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും അതെനിക്ക് വളരെ ഉപകാരമുണ്ട്. ഈ ജനലിൻ്റെ ഉള്ളിൽ നമ്മൾ കൈയിട്ട് തുടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂലിട്ടാലും ആ മാറാമ്പലൊന്നും പോരാ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ഹോളിൻ്റെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കുകളും ഒരു ഇതൊക്കെ ഇങ്ങോട്ട് പോരുന്നുണ്ട് കേട്ടോ. പിന്നെ ടി വിയുടെ ഭാഗത്ത് മാത്രം ചെറിയ രീതിയിൽ മാറാമ്പലേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളാ ഹോളൊക്കെ അടിച്ചു വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഇറുക്കിളിച്ചൂല് പറ്റൊന്ന് തട്ടാറുണ്ട്. അപ്പോൾ വലിയ കാര്യമായ മാറാമ്പലൊന്നും ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കമ്പി വഴിയൊക്കെ ഞാൻ ആ ടിഷ്യൂ വെച്ച് നനഞ്ഞ ടിഷ്യൂ വെച്ചാണ് കേട്ടോ, അത് വെച്ചൊന്ന് ഓടിച്ചൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു വൈപ്പർ വെച്ചാൽ ജനലൊക്കെ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജനലല്ല, ജനലിൻ്റെ പാളികളൊക്കെ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജനലിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഹോളിൽ തന്നെയുള്ളൊരു ഷോക്കേഴ്സ് കേട്ടോ. ഷോക്കേഴ്സ് അല്ല, നമ്മുടെ പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു ഷെൽഫിൽ അതാട്ടോ ഈ കാണുന്നത്.
എൻ്റെ ഷെൽഫിൽ പാത്രങ്ങളൊന്നും അല്ല ഇരിക്കുന്നത്. ആൻറ്റി അടുത്ത സമയത്ത് ഇവിടെ കടുക്കും ചിട്ടയായിട്ട് പാത്രങ്ങൾ വെച്ചിട്ടൊരു സംഭവം കേട്ടോ. ഞാനിവിടെ ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് ഇവിടെ ഒക്കെ ഇതിന് പനിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ കിട്ടിയ ഗുളികകളും അതേപോലെ മോൻ്റെ ആധാർ പുതുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പേപ്പറുകളും അതേപോലെ നോട്ട്ബുക്കിൻ്റെ ബാക്കി നമ്മൾ നോട്ട്ബുക്ക് അടിച്ചിട്ട് 3-4 എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് നോട്ട്ബുക്കുകളും പിന്നെ എന്താ പറയണ്ട ഉള്ള കണസറ സാധനങ്ങളും മൊത്തം അതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടാവുന്നുള്ള. അതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും റേഷൻ കാർഡും ഇരിപ്പുണ്ടാവും, ഗ്യാസിൻ്റെ ബുക്കും ഇരിപ്പുണ്ടാവും. പിന്നെ ചിലപ്പോൾ എൻ്റെ ആധാറും അതിൻ്റെ ഒപ്പം കാണും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ എടുക്കില്ല. അതേപോലെ എല്ലാ മാസം പഞ്ചായത്തിൽ നിന്ന് മാലിന്യം എടുക്കാൻ വരുമല്ലോ, അതിൻ്റെ പേപ്പറും അങ്ങനെ എന്താ പറയുക, അതിൻ്റെ അകത്ത് ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടാവും, കുറേ അത്യാവശ്യമുള്ള സാധനങ്ങളുണ്ടാവും. ഇനി അതെല്ലാം കൂടി വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ ആ മുകളിലിരിക്കുന്ന ഫോട്ടോ ഉണ്ടോ, അത് ഞങ്ങൾ മക്കളുടെ ആതിർവാനിക്ക് എടുത്താൽ കേട്ടോ. അതാണ് ഓൺലൈനിൽ കിട്ടിയൊരു നല്ല പിക്കായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി വലിയ ഫ്രെയിമാക്കി ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഒന്നും ആണി തൂക്കിയിട്ടില്ല. അത് കാരണം അത് അങ്ങനെ ഒരു ഓക്കേഴ്സ് കയറ്റി വെച്ചേക്കണം കേട്ടോ. ഈ വച്ചേക്കണത് ഏതെങ്കിലും ഒരു സാധനം എടുത്ത് കളയുമ്പോൾ ഞാൻ ഒരു 3-4 വട്ടം ആലോചിച്ചിട്ടോ കളയുള്ളൂ. കാരണം ചിലപ്പോൾ ഒരാവശ്യമില്ല എന്ന് പറയുന്ന കളയുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ എനിക്ക് ആവശ്യം വന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ പേപ്പർ അരിച്ച് കുറുക്കി നോക്കിയിട്ടാട്ടോ ഞാൻ ഇവിടത്തേക്ക് എടുത്ത് കളയുന്നത്. ഈ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന ഫയൽ വരെ അതിൻ്റെ അകത്തിരിപ്പുണ്ട്. അത് കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന ഫയലല്ല, കഴിഞ്ഞ ദിവസം കരടച്ചതിൻ്റെ രസീതാണ്. ആ ഫയൽ കരടയ്ക്കാൻ പോയിട്ട് അത് അങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് വെച്ചേക്കണാണ് ആ കണ്ടത്. പിന്നെ അവിടെ നിന്ന് മാറ്റാനുള്ളതൊക്കെ മാറ്റിയിട്ട് ഞാൻ ആ കോല് വെച്ച് തന്നെ അതിൻ്റെ അകത്ത് മാറാമ്പലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ, മാറാമ്പലയല്ല പൊടികളായിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്നത്, അതൊക്കെ ഒന്ന് തൂത്ത് കളയുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ കുറേ ഗുളികകളും പഞ്ഞി അതൊക്കെ അമ്മച്ചിയുടെ ആശുപത്രി പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ സംഭവം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ഏറ്റി കൊന്ന് വിടാൻ ചേക്കനാണ്. കാരണം മോനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ എവിടെയെങ്കിലും കിടിഞ്ഞു കൊളിഞ്ഞ് കാലുമ്പോൾ എന്തെങ്കിലും പൊട്ടും പെരുക്കൊക്കെ ആയിട്ട് വരും. അപ്പോൾ പഞ്ഞി ഇവിടെ നല്ല രീതിയിൽ എനിക്ക് ആവശ്യം വരും. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് കിട്ടിയ പഞ്ഞി ഞാൻ ഇങ്ങോട്ട് ഏറ്റി കൊണ്ട് നേക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ല കാക്കകളുടെ സൗണ്ട് ഒക്കെ കേട്ടോ. ഉള്ള കാക്കകളുടെ സംസ്ഥാന സമ്മേളനമൊക്കെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്താണ് വന്നേക്കണത്. ഇത്രയും നേരം നിങ്ങളൊക്കെ അവിടെ പോയി കിടക്കാറുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇരുന്നേയും ഇത് ഉള്ള നാട്ടിൽ നിന്നുള്ളത് നിങ്ങളൊക്കെ പാട് ഇങ്ങോട്ട് പടച്ച് കയറി വരും എന്നുള്ളതാണ്. എന്തായാലും ആവട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ റൂമിൽ കിടക്കുന്ന മറ്റൊരു ഫാൻ കേട്ടോ. അപ്പോൾ ഈ ഫാനും വേണം നിറച്ച് നല്ല രീതിയിൽ തന്നെ പൊടിയുള്ളത്. ഇതാണെങ്കിൽ ഞാൻ ആ കോലും വെച്ച് തൂക്കാനും മറന്നു കേട്ടോ. ഇത് ഞാൻ ആ തുണിയും വെച്ച് തൂത്തെടുക്കാറുണ്ട്. നിറച്ച് മാറാമ്പലയും നമ്മൾ ഉപയോഗിക്കുന്ന ഫാനുമേ ആയിരിക്കും നിറച്ച് പൊടി കട്ട പിടിച്ചിരിക്കുന്നത്. ഇതുമ്പോൾ നിറച്ച് പൊടിയായിരുന്നു കേട്ടോ. ഞാൻ വേഗം അതൊക്കെ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചാനൽ ക്ലീനാക്കാൻ ചെന്നപ്പോൾ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. നഖം വെട്ടി ഇരിപ്പുണ്ട്, തലയിൽ ഇടുന്ന സ്ലൈഡ്, ബുഷ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നത്. ഇവിടെ മിക്കവാറും ചാനലിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണും കേട്ടോ. മിക്കവാറും ഇരിക്കുന്നത് തലയിലിടുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് അവിടെ നിന്ന് മാറ്റി അത് ആ സ്ഥലത്തേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് എന്നിട്ട് ഈ ബുഷ് ഇവിടെയൊക്കെ വെച്ചുകൊണ്ട് എവിടെയെന്ന് ബുഷ് എവിടെയെന്ന് അറിയാമ്പോഴാണ്ട് തെണ്ടി തിരിഞ്ഞിറക്കുന്ന സമയമുണ്ട്. ബുഷ്, ചീപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാനും മോളും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും എടുത്ത് ഓരോ സ്ഥലത്ത് വയ്ക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിടിഞ്ഞ് നടക്കില്ല. ഇത് എവിടെ വെച്ചേക്കണേന്ന് വെച്ചിട്ട് അവൾ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണെങ്കിൽ അവൾക്ക് ബുഷ് കാണാമല്ലെന്ന് പറഞ്ഞാൽ അവൾ എന്നെ ചീത്തറിയും. ഞാനാ വെച്ചേക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനം കാണാണ്ടാകുമ്പോൾ ഞാൻ അവളെ ചീത്തറിയും. ഇത് തന്നെയായിട്ട് ഇവിടെ നടക്കണ രംഗം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ജനലൊക്കെ ഒന്ന് നല്ലോണം തൂത്തെടുക്കട്ടെ. ഇത് ഇതേപോലെ തന്നെ ഞാൻ ആ മറാമ്പല കോല് വെച്ച് തൂത്തിട്ട് പിന്നെ ഒന്ന് ടിഷ്യൂ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിയും കഴിഞ്ഞു. ഇപ്പം നിങ്ങളത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു 10-20 മിനിറ്റത്തെ പരിപാടി ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ മോനെ കൊണ്ടുവന്നാക്കിയിട്ട് 8:30 ആയപ്പോഴാണ്, 8 മണിയായപ്പോൾ ഞാൻ മോനെ കൊണ്ടുവന്നാക്കുമ്പോൾ 8:30 ആയപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. 8:30 ആയപ്പോൾ തുടങ്ങിയിട്ട് ഈ പരിപാടി കഴിഞ്ഞപ്പോൾ സമയം 2 മണിയായിട്ടോ. എൻ്റെ ഇത്രയും ക്ലീനിങ് കഴിഞ്ഞപ്പോൾ അത്ര നേരം കൊണ്ട് ഞാൻ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്തെങ്കിലും പോയി തിന്നാനായിട്ട്. ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്തൊക്കെ പാടല്ലേ. രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ചോറും കറിയും വച്ചുണ്ടാക്കണം. പിന്നെ ജോലിക്ക് പോകണം, അവിടുത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടിൽ പിന്നെയും എന്താ പറയുക ചോറും കറിയും ഉണ്ടാക്കുക, അത് കുറേ തിന്നു കൂട്ടുക, പിന്നെ ഇതൊക്കെ അടിച്ച് മിനാക്കി കൊണ്ട് കിടക്കുക. ഈ എന്താ തലവേദന, എത്രയൊക്കെ ഓടിയിട്ടാവുന്നു കുടുംബം മുന്നോട്ട് പോകണം. എന്നിട്ടും ഈ മെനട്ട കുറിപ്പുകൾ കൊടുക്കണം എന്ന് പറയുക എവിടെ നിന്ന് പണിയുന്നു. ഇത് കേൾക്കുമ്പോഴാണ് പെരുവരൽമേന്നാണ് ദേഷ്യം തരിച്ചു തരണേ. എന്തൊന്ന് നിങ്ങളോടൊക്കെ പറയണേ. നമ്മുടെ ഈ കഷ്ടപ്പാട് ഈ കുറിപ്പുകൾ വല്ലതും കാണാണ്ടോ? അല്ല പറഞ്ഞിട്ട് അല്ല കുറച്ച് കഴിഞ്ഞ് ഇവരും ചെയ്തോളും. ഞാനും എൻ്റെ വീട്ടിൽ ഇതൊക്കെ തന്നെയായിരുന്നു. ഞാനും ചോദിക്കായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട കറിയില്ലെങ്കിൽ എന്തെന്നായിരുന്നു ഇവിടെ പണിയുന്നു. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് അറിയില്ലേ. അതാണ് ഇപ്പോൾ സത്യത്തിൽ നടക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ചു കൊടുത്തത് വേറെ ഒന്നുമല്ല. ഇവിടെ 6 ഡൈനിങ് ടേബിളിന് 6 കസേരയുണ്ട്. 6 കസേരയും കമത്തിയിട്ടിട്ട് അതിൻ്റെ അടിയിലൊക്കെ നിറച്ച് മാറാമ്പലയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കളയാനാണ് ഇപ്പം ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇത്ര നേരമായിട്ട് നമ്മൾ ആ ഫ്ലവറൊന്നും കഴുകാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം സാധനങ്ങളുണ്ട്. എന്തെന്ന് ഇതിന് മാത്രം ഫ്ലവർ അവിടെ വച്ചേക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. വയ്ക്കാതല്ല എൻ്റെ എല്ലാം കൂടി തിരികെ കയറ്റി അവിടെ വച്ചേക്കുന്നത്. അതാണ് സത്യാവസ്ഥ.
അതെല്ലാം കൂടി എടുത്തുകൊണ്ടുപോയി ഒന്ന് വെള്ളത്തിൽ കഴുകാനായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഫ്ലവറുള്ള ഭാഗം മാത്രം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണുള്ളൂ കേട്ടോ. മൊത്തത്തിൽ വെള്ളത്തിൽ മുക്കി പൊക്കി കഴിഞ്ഞ് ചിലപ്പോൾ ഉള്ള സ്പോഞ്ചൊക്കെ അതിനകത്ത് കിടക്കും. അതുകൊണ്ട് ആ പണിക്കൊന്നും നിൽക്കണില്ല. ഞാൻ ഇതേപോലെ ജസ്റ്റ് ആ അടിഭാഗം മാത്രം തലയിൽ ആ ഫ്ലവറൊന്ന് തലയിലായി പിടിച്ചിട്ട് വെള്ളത്തിലിട്ടുന്ന 2-3 പ്രാവശ്യം ഒന്ന് എന്താ പറയണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്ലവർ പൊടി മാത്രമേ ഉള്ളൂ, വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും. അതേപോലെ തന്നെ ആ ടീപ്പോയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ആ ടീപ്പോയുടെ ഷീറ്റും അതേപോലെ തന്നെ ടേബിളിൽ ഇട്ടേക്കുന്ന ഷീറ്റും അതൊന്ന് വാഷ് ചെയ്യാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു വേസ്റ്റ് ബിൻ എടുത്തിട്ട് നമ്മൾ കാട്ടി കളഞ്ഞ കുറച്ച് പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തുകൊണ്ടുപോയി കളയാമെന്ന് കരുതിയാണ്, കത്തിച്ച് കളയാമെന്ന്. ഇപ്പോൾ കത്തിക്കലൊന്നുമില്ല, ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോയി അവിടെ സൈഡാക്കി വയ്ക്കുള്ളൂ. ഇതൊക്കെ തുട കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം എപ്പോഴെങ്കിലും അതൊക്കെ ഞാൻ കത്തിക്കുള്ളൂ കേട്ടോ. അതൊക്കെ ഇനി നമ്മുടെ മാറാമ്പലതൊക്കിലും പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വേഗത്തിലൊന്ന് അടിച്ചു വാരിയെടുക്കാം കേട്ടോ. മൊത്തം അടിച്ചു വാരി വന്നപ്പോഴേക്കും ഞാൻ തന്നെ അന്തം വിട്ട് ഇത് മനുഷ്യവാസമുള്ള ഒരു വീടാണെന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. അതിൽ മാത്രം പൊടി ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടാൽ നിറച്ച് മാറാമ്പല ആ ഫാനുമേന്നുള്ള പൊടികളും പിന്നെ നിറച്ച് മല്ലികാട്ടമൊക്കെ ഉണ്ടായ രൂപത്തിൻ്റെ കിടക്കുന്നത്, അതൊക്കെയാണ് ആ കിടക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴൊക്കെയാണ് നമ്മൾ സെറ്റിയൊക്കെ ഒന്നും ക്ലീൻ ആക്കിയുള്ളല്ലോ എന്ന് ഓർത്തത്. പിന്നെ വേഗം സെറ്റിയുടെ അഴിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തൂത്തെടുക്കാൻ കേട്ടോ. മേടിക്കുമ്പോൾ എന്തായിരുന്നു ക്ലീൻ ആക്കണ പറയുന്നവർക്കും പക്ഷേ അതൊന്നും വേണ്ടായിരുന്നു ഇപ്പോൾ തോന്നും. അന്ന് മേടിക്കുമ്പോൾ ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് നോക്കിയാൽ നമ്മൾ മേടിക്കുകയും ചെയ്യുള്ളൂ. ക്ലീനിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നമ്മളാരെങ്കിലും ഓർക്കണ്ടോ. അത് പിന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയല്ലോ, അങ്ങനെയാണ് പോട്ടെ. അതിൻ്റെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് ഞാനത് ഓരോ മുറിയിലേക്കൊക്കെ അങ്ങോട്ട് സൈഡാക്കാൻ കേട്ടോ. ഞാൻ ഇന്ന് മുറികളൊന്നും ഇപ്പം ഇന്ന് ചെയ്യാൻ പോകണില്ല കേട്ടോ. അപ്പം വലിയ സെറ്റ് കയറ്റാൻ നോക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പോയില്ല, ഒരു മുറിയിലേക്ക് കയറണ്ടായിരുന്നില്ല. അത് കാരണം അത് ഹോളിൽ തന്നെ കിടപ്പുണ്ട്. ബാക്കി കസേരകളൊക്കെ ഞാൻ ഓരോ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹോളിൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാനുണ്ടാവും. അപ്പോൾ അതിന് ഞാൻ ആ ഹാൻഡ് വാഷ് തന്നെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാനും മോളും കണ്ണെഴുതി പൊട്ടത്തിട്ട് ഞങ്ങൾ സുന്ദരികളാകുന്ന സ്ഥലം. വേറെ ഏത് റൂമിൽ കണ്ണാടി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല, ഇവിടെ തന്നെ വന്ന് ചെയ്താലോ തൃപ്തിയാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് വേറെ ഒന്നുമല്ല, ഞാൻ ആ സെറ്റ് ചെയ്ത് കുത്തതിൻ്റെ കുറച്ച് മറാമ്പലാണ് അവിടെ വീണ് കിടപ്പുണ്ടാവുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കാട്ടിക്കളഞ്ഞാൽ കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങളാരും എനിക്ക് വട്ടാണെന്ന് പറയരുത് കേട്ടോ. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി അരവട്ടൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഇതിപ്പോൾ ചെയ്യണത് വേറെ ഒന്നുമല്ല, ഞാൻ ഇച്ചിരി വെള്ളത്തിലേക്ക് ഇത്തിരി ഷാമ്പു ഒഴിച്ചിട്ട് അത് മൊത്തം ആ ഹോള് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബ്രഷ് വെച്ച് ആ തറ മൊത്തം അരച്ച് കയറാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അവിടെയും കുറച്ച് പല്ലിക്കാട്ടമുണ്ട്. എനിക്കത് ഈ പല്ലിക്കാട്ടം കാണുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇരുത്തങ്ങോട്ട് കയറും. അത് കാണുമ്പോൾ ചെയ്ത് കൊണ്ടിരുന്ന വട്ടമാണ് ഞാൻ ഈ കാണുന്നതൊക്കെ. അത് നല്ലൊരു പണി തന്നെയായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ചൂല് വെച്ച് ഉരയ്ക്കാൻ നോക്കി, പക്ഷേ ചൂല് വെച്ച് ഉരച്ചിട്ട് അത് പോണില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ബ്രഷ് എടുത്ത് തൂക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കാണ് അറിയാം മൊത്തം പദമയമാണ്. ഇപ്പം എൻ്റെ മക്കളുടെ ഇറങ്ങി ഇവിടെ സ്വിമ്മിംഗ് പൂളാന്ന് പറഞ്ഞ് കളിച്ചാൽ കേട്ടോ. അതാണ് അവസ്ഥ. തുടങ്ങുമ്പോൾ ഞാൻ കരുതി ഈ ഒരു ഹോള് മാത്രം ചെയ്താൽ മതിയെന്ന്. പക്ഷേ വെള്ളം ഒഴിച്ച് മൊത്തത്തിൽ കുളം കയറി വന്നപ്പോൾ എല്ലാ മുറിയും എനിക്ക് ക്ലീൻ ആക്കേണ്ടി വന്നു. അതും ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ എന്തായിരുന്നു എൻ്റെ അവസ്ഥ, എൻ്റെ നടുവ് എന്തായിരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. പിന്നെ നിങ്ങളാരും വക പണിയൊന്നും ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ആരോടും പറയില്ലല്ലോ. ഇതൊക്കെ ഒരവട്ടിൻ്റെ പുറത്ത് ചെയ്യുന്ന പരിപാടികളാണ്. ആ സോപ്പും വെള്ളം ഒഴിച്ച് ഉരച്ച് കഴുകി കഴിഞ്ഞപ്പോൾ എല്ലാ മുറിയിലേക്കും അത് പോയി. പിന്നെ വെള്ളം ഒഴിച്ച് കഴിയാൻ കൂടി ചെയ്യുമ്പോൾ അതെല്ലാ മുറിയിലേക്കായി. ഞാൻ കരുതിയത് മാത്രം ആ ഹോളിലും പിന്നെ മറ്റു മുറികളുടെ വാതൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ എന്ന് കരുതി. പക്ഷേ എല്ലാ മുറിയിലേക്കും നല്ല രീതിയിൽ തന്നെ പോയി. പിന്നെന്താ എല്ലാ മുറിയും ചെയ്യേണ്ട വന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഞാൻ വെടിപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും മെനക്കെട്ടെങ്കിലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എൻ്റെ വീട് മൊത്തത്തിൽ ഞാൻ ഒരു പളുങ്ക് പാത്രമാക്കി എടുത്തു ഗൈസ്. ഇന്നിപ്പോൾ ഞാൻ ഈ ചത്തം വരച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എൻ്റെ പുത്രനെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ തീർന്നു. അവനിന്ന് കളിക്കുമ്പോൾ കയറി വരുമ്പോഴേക്കും ഉള്ളിടത്തൊക്കെ ചെളിയാക്കും. ഞാൻ അവനും കൂടി ഇന്നിപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ ഈ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവൻ തമ്മിൽ പൊരിഞ്ഞ് കമ്പട്ടായിരിക്കും കേട്ടോ. അവൻ എവിടെ ചവിട്ടിയാലും ഞാൻ അതിനൊക്കെ ഒച്ചപ്പാടായിരിക്കും. അടുക്കള കഴിഞ്ഞ ദിവസം ചെയ്ത് തരാം. ഞാൻ പിന്നെ അടുക്കളയിലേക്ക് ഇന്ന് കയറിയിട്ടേ ഇല്ല കേട്ടോ. അടുക്കള പിന്നെ ഇതുമായിട്ടൊരു ബന്ധമില്ലാണ്ട് കിടക്കണതാണ്. അത് കാരണം ഒരു സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെള്ളം അടുക്കളയിലേക്കും കൂടി പോയി ഞാൻ ഈ അവിടെയും കൂടി ചെയ്യേണ്ടി വന്നേനെ കൈ. എന്തായാലും ഇന്നത്തേം കൊണ്ട് ഇനിയിപ്പോൾ അടുക്കളയും ആ വർക്കരിയും മാത്രമേ ഉള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ചെയ്താണ് കേട്ടോ. അത് വേറെ കാര്യം. ഇനിയിപ്പോൾ എന്നെ കൊണ്ടും പറ്റുമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് ഇനി വല്ലയിടത്തും കിടക്കണം. ഇന്നിനിപ്പോൾ ഒരു പണിയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അലക്കാനുള്ളത് കേട്ട് ഞാൻ നേരെ വാഷിംഗ് മെഷീനിലിട്ടുള്ളൂ. എനിക്കെന്താ വാഷിംഗ് മെഷീനിലിട്ട് തൃപ്തിയാവില്ലെന്ന്. എനിക്കത് കൈ കൊണ്ട് കൊട്ടി അലക്കിയാലേ തൃപ്തിയാവുള്ളൂ. ഞങ്ങളിവിടെ ആകപ്പാടെ 3 പേരുള്ളൂ. പക്ഷേ അലക്കാനെടുത്ത് കഴിയുമ്പോൾ എല്ലാവരുടെയും 3 ജോഡി വെച്ചുള്ളവർ എനിക്ക് തോന്നും എന്തോരം അലക്കാൻ കിടക്കണമെന്നറിയാം. പക്ഷേ എന്നാലും എനിക്കത് അലക്കലുമ്പോൾ കൊട്ടി അലക്കിയില്ലെങ്കിൽ അത് തൃപ്തിയാവില്ല കേട്ടോ.
ചിലതും അത് തന്നെ ഒരു അരവട്ട് തന്നെയാണ് ഇല്ലയെന്ന് പറയുള്ളൂ. എല്ലാവരും എൻ്റെ അടുത്തേക്ക് നീ വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ചാൽ നിനക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയും. പിന്നെ എനിക്ക് പിശുക്കായതുകൊണ്ട് എല്ലാവരും പറയും നീ കറണ്ട് കാശ് ലാഭിക്കാനെന്ന് പറയും. പറയണവർ പറഞ്ഞോട്ടെ, നമുക്കെന്താ കുഴപ്പം. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ അയ്യോ ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് പറയും, അങ്ങനെ എന്താ പറയുക, നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിക്കാൻ വേണ്ടി നടന്നൊരു നല്ല പുള്ളിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേ മാറി കേട്ടോ. ഇപ്പം ഞാൻ എൻ്റേതായ കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് എവിടെയും പറയാൻ പഠിച്ചു. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ പേടിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയ്യോ അവരെന്ത് വിചാരിക്കും, അങ്ങനെ പേടിച്ചിരുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത പണികൾ ഞാൻ ഇറന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ക്ലീനിങ് കഴിഞ്ഞതേ റൂമൊക്കെ ഈ കോലത്തിലായിരുന്നു കേട്ടോ. ഇനി ഇത് മൊത്തത്തിലൊന്ന് ഉണങ്ങി കിടണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ മുറികളൊക്കെ പോയി ക്ലീനാക്കി വന്നു കേട്ടോ. ഇതിപ്പോൾ ഇതേ ഉണങ്ങി എല്ലാം ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടുപോയി വെച്ചാൽ ആ ടീപ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി അതൊക്കെ അതാത് സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെക്കണം. മക്കൾ വരാൻ നേരമായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുറികളിലൊന്നും ചവിട്ടികളില്ല. ഇനിയും മക്കൾ വരുമ്പോൾ അതിനൊക്കെ ഒച്ചപ്പാട് കൊടുക്കും. ഞാൻ മുറിയിലേക്കൊന്നും വെള്ളം പോകുമെന്ന് കരുതിയില്ലല്ലോ. അപ്പം എല്ലാ മുറിയിലും ചവിട്ടിയൊക്കെ നനഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ എക്സ്ട്രാ ചവിട്ടിയൊന്നും എൻ്റെ കയ്യിലില്ല. ഇനി എല്ലാ ബാത്റൂമിൻ്റെയും അതൊക്കെ ഞാൻ കൊണ്ടുപോയി ഓരോ തുണികളിടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.